ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ളുൽമാ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. ഖാലല്ലാഹു അസ്സ വജൽ. നമ്മളൊക്കെ യത്തീമക്കളെ വളർത്തും, യത്തീമക്കൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾ ഒരുക്കും, യത്തീമക്കൾ ചൊല്ലി നമ്മൾ പിരിവുകൾ നടത്തും. അപ്പം ഞാനടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ആളുകളും അതിൽ വീഴ്ച വരുത്തുന്നുണ്ട്. യത്തീമിൻ്റെ പേരിൽ പിരിച്ച് അത് സ്വന്തം പോക്കറ്റ് കിട്ടുന്ന ആളുകളുണ്ട്. ശ്രദ്ധിക്കണം. വിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായിക്കൊണ്ട് അല്ലാഹ് പറയുക, ഇന്നല്ലദീന, നിശ്ചയം ഒരു വിഭാഗം ആളുകൾ, യഅ്കുലൂന, അവർ തിന്നും, അവർ ഉപയോഗിക്കും, അംവാലൽ യതാമ, യതീമക്കളുടെ സമ്പത്ത്. യതീമറ വാപ്പയില്ലാത്ത മക്കൾ, പ്രായം തികഞ്ഞിട്ടില്ല, ഇവർക്ക് പല ആനുകൂല്യങ്ങളും പല ഓഫറുകളും വരും. ഇത് സൂക്ഷിക്കുന്ന ആളുകളുണ്ടാവും. ഇവരോടായി പറയണത്, യത്തീമിൻ്റെ പേരിൽ സ്ഥാപനങ്ങൾ നടത്തി പിരിവുകൾ നടത്തി അവനവൻ്റെ പോക്കറ്റ് വീർപ്പിച്ചാൽ അത് വല്ലാത്ത അക്രമമാണ്. അങ്ങനത്തെ ആളുകൾ എങ്ങനെ തിന്നും? ലുൽമായിട്ട്. എന്നാൽ എടുക്കാൻ പറ്റിയ രൂപങ്ങളൊക്കെ നമ്മൾ ഫിഖ്ഹിലൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും അല്ലാതെ, ക്രമമല്ലാതെ അക്രമപരമായിട്ട് സാധുക്കളായ യതീമക്കൾക്ക് ലഭിച്ച സമ്പത്ത് മുണുങ്ങുന്ന ആളുകൾ, അവനവൻ്റെ സമ്പത്ത് പോലെ ഉപയോഗിക്കുന്ന ആളുകൾ, അവർ ശ്രദ്ധിക്കണം. ഓല മുണുങ്ങാത് തീയാണ് തിന്നുന്നത്. ഇവിടുന്ന് അതുകൊണ്ട് ജ്യൂസ് കുടിക്കുകയാണെങ്കിലും മന്തി തിന്നുകയാണെങ്കിലും യഥാർത്ഥത്തിൽ ആ മന്തി കൊണ്ട് തീയ, ആ തീറ്റ കൊണ്ട് നരകമാണ് ലഭിക്കുക. അതാ അള്ളാഹിൻ്റെ പ്രയോഗം ഉണ്ടല്ലേ, ഇന്നമായ യഅ്കുലൂന, നിശ്ചയം അവർ ഭുജിക്കും, അവർ തിന്നും, ഫീ ബുത്തൂനിഹിം, അവരുടെ വയറുകളിൽ, നാറാ, ഇന്നമട്ടിട, തീയിനെ മാത്രമാണ്. അഥവാ ഇത് കാരണമായി നരകം ലഭിക്കും. അല്ലാഹ് കാക്കട്ടെ. ശ്രദ്ധിക്കണം. കഴിഞ്ഞോ? ഇല്ല. വസയസ്ലൗന സഈറാ, അതിൻ്റെ പേരിൽ അവർ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണം. യതീം ഖാനകൾ നടത്തുന്ന ആളുകൾ നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഇവിടെ ചില സുഖങ്ങളുണ്ടാവും ദുനിയാവിൽ, ആഖിറത്തിൽ അതിഭീകരമായ പ്രശ്നങ്ങൾ സംഭവിക്കും. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാ